തിരുവനന്തപുരം വെള്ളയമ്പലത്ത് വി.ഡി. സതീശന്റെ ഫ്ലെക്സിൽ കരിയോയിൽ ഒഴിച്ചു. ഇന്ദിരാഭവനിൽ കെ.സി. വേണുഗോപാലിന്റെ ഫ്ലെക്സിൽ രാവിലെ കരിയോയിൽ ഒഴിച്ചിരുന്നു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ് റാവുത്തർ, ഇപ്പോൾ പ്രകടനം കഴിഞ്ഞ് കരിയോയിൽ ഒഴിക്കൽ എന്ന നിലയിലേക്ക് പരസ്പരം ഈ കോൺഗ്രസിലെ മുഖ്യമന്ത്രി പോരും അതിന് അനുയായികൾ ആ നിലയിൽ തെരുവിലിറങ്ങി ഇത്തരത്തിലുള്ള പകരത്തിന് പകരം എന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയാണോ ഷഫീദ്? ദിലീപ് കുമാർ, ഉറപ്പായിട്ടും. കാരണം ആദ്യം സമൂഹ മാധ്യമങ്ങളിൽ, അതിനുശേഷം തെരുവിൽ പ്രകടനങ്ങൾ, അവരുടെ കൂട്ടായ്മകൾ, അതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ കരിയോയിൽ ഒഴിച്ച്, അതായത് ഫ്ലെക്സുകളിൽ തെരുവിലിറങ്ങി കരിയോയിൽ ഒഴിച്ചിട്ടുള്ള കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കം, മുഖ്യമന്ത്രി ചർച്ചകൾ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഈ പ്രധാനപ്പെട്ട റോഡിൽ നിന്ന് തിരുവനന്തപുരത്ത് പ്രധാനപ്പെട്ട വെള്ളയമ്പലം റോഡിൽ നിന്ന് KPCC-യിലേക്ക് പോകുന്ന വഴിയാണ്. അവിടെ ഇന്നലെ ഈ KPCC-യിൽ ഈ AICC നിരീക്ഷകർ എത്തുന്നതിന് തൊട്ട് മുൻപ് KC-ക്ക് അനുകൂലമായിട്ടുള്ള ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെട്ടത് നമ്മൾ കണ്ടതാണ്. അതിന് ശേഷമാണ് ഈ വെള്ളയമ്പലം ജംഗ്ഷനിൽ ചില ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നത്. ആ ഫ്ലെക്സ് ബോർഡിലാണ് ഇപ്പോൾ വി.ഡി. സതീശന് അനുകൂലമായിട്ടുള്ള, അല്ലെങ്കിൽ വി.ഡി. സതീശന്റെ ഫ്ലെക്സ് ബോർഡിലാണ് ഇപ്പോൾ ഈ കരിയോയിൽ ഒഴിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ ഇന്ദിരാഭവനിലെ കെ.സി. വേണുഗോപാലിന്റെ ഫ്ലെക്സ് ബോർഡിലേക്ക് കരിയോയിൽ ഒഴിച്ചിരുന്നു. നമുക്കിപ്പോൾ ആ കരിയോയിൽ കൊണ്ടുവന്നതിന്റെ ടിന്നടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ കാണുകയും ചെയ്യാം. അത് ഇറ്റിറ്റ് വീഴുന്ന അല്പസമയം മുൻപാണ് ഇത് ഒഴിച്ചത്. അതായത് പട്ടാപ്പകലടക്കം, സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങൾ ഈ ആളുകൾ മുഖം മറച്ചൊക്കെ രാത്രിയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് പട്ടാപ്പകൽ നേരിട്ടതൊരു പ്രതിഷേധത്തിന്റെ രൂപമായി തന്നെ പരസ്പരം ഈ വി.ഡി. പക്ഷവും അതേപോലെ തന്നെ കെ.സി. പക്ഷവും മാറുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് കോൺഗ്രസിൽ തന്നെ ചർച്ചയാണ്. ഇന്ന് രാവിലെ നമ്മൾ സണ്ണി ജോസഫുമായി സംസാരിക്കുമ്പോഴും ഇക്കാര്യം ചോദിച്ചപ്പോൾ തെരുവിലേക്ക് ഇക്കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അച്ചടക്ക ലംഘനമാണ് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ന് വൈകിട്ട് തിരുവനന്തപുരം പാളയത്തും പുളിമൂട്ടിലും ഒക്കെ വി.ഡിക്ക് അനുകൂലമായിട്ടുള്ള, വി.ഡി. സതീശന് അനുകൂലമായിട്ടുള്ള ചില സദസ്സുകൾ, ചില കൂട്ടായ്മകൾ അടക്കമുള്ള കാര്യങ്ങൾ അത് നടക്കും. ഏതെങ്കിലും തരത്തിൽ ഇവിടെയും നടപടിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമോ എന്നുള്ളതും നമ്മൾ കൗതുകപൂർവ്വം നോക്കുന്നുണ്ട്. ഏതായാലും തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ കാഴ്ച, ഈ കൗതുകം കാഴ്ച, കോൺഗ്രസിലെ ചർച്ചയുമായി ബന്ധപ്പെട്ട കാഴ്ച, അത് എത്തി നിൽക്കുന്നത് ഫ്ലെക്സുകളിൽ, നേതാക്കളുടെ ഫ്ലെക്സുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കരിയോയിൽ ഒഴിക്കുന്നതാണ്. ദിലീപ് കുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.